ഹരിമാൻ സർ, നമസ്കാരം. നമസ്തേ. ആധുനിക യുദ്ധമുഖത്ത് ഇന്ത്യക്ക് ദൗർബല്യമാകുമോ? നമ്മളുടെ അന്തർവാഹിനികൾ നമുക്ക് വേണ്ട രീതിയിൽ പര്യാപ്തമായിട്ട് മുങ്ങിക്കപ്പലുകൾ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമാകുമോ എന്നുള്ളതാണ് ചോദ്യം. ചൈനയെ വെച്ച് നോക്കുകയാണെങ്കിൽ, അമേരിക്കയെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറെ പുറകിലാണ് ഇന്ത്യ. എന്താണ് ഇതിനുള്ള പരിഹാരം? തീർച്ചയായിട്ടും ഇന്ത്യക്ക് അന്തർവാഹിനികളുടെ അല്ലെങ്കിൽ ഈ മുങ്ങിക്കപ്പലുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട സമുദ്രയാനങ്ങളുടെ കാര്യമായ കുറവുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഈ കുറവ് പരിഹരിക്കാനായിട്ട് തദ്ദേശീയമായിട്ട് തന്നെ ഇവിടെ അന്തർവാഹിനികൾ നിർമ്മിക്കാൻ ഒരു പദ്ധതി ഗവൺമെന്റ് നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നു. P75I എന്നാണ് ഇതിന്റെ പേര്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ P75I പ്രോജക്റ്റ് അങ്ങനെ നീണ്ടു പോവുകയാണ്. ഇപ്പോഴും അതിന്റെ പാർട്ട്ണറെ ഏറ്റവും ഒടുവിൽ ഈ പ്രോജക്റ്റിൽപ്പെട്ട അന്തർവാഹിനികൾ നിർമ്മിക്കാൻ പോകുന്നത് ജർമ്മനിയുടെ പ്രമുഖ സ്വകാര്യ മേഖലയിലെ വലിയ അന്തർവാഹിനി നിർമ്മാതാക്കളും മറൈൻ ആയുധ നിർമ്മാതാക്കളും ഒക്കെ ആയിട്ടുള്ള ടൈസൺ ക്രൂപ്പ് എന്ന് പറയുന്ന കമ്പനി ആയിരിക്കും എന്ന ഏതാണ്ട് ഒരു ധാരണയിലുണ്ട്. ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല, ഒപ്പുവെച്ചിട്ടില്ല. അപ്പോ ഇപ്പൊ ഗൗതം ഉന്നയിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്ത്യയുടെ കൈവശം ഇപ്പോൾ ഓപ്പറേഷണലായിട്ടുള്ള പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ചില നിർമ്മാണത്തിൽ ഇരിക്കുന്ന ചില അന്തർവാഹിനികൾ ഉണ്ട് ഇന്ത്യക്ക്. അത് ഉൾപ്പെടുത്താതെ നോക്കുകയാണെങ്കിൽ, അതുപോലെ ആണവ അന്തർവാഹിനികളും മാറ്റി നിർത്തിയാൽ ഇന്ത്യക്ക് ഉള്ളത് 16 ഓപ്പറേഷണൽ സബ്മറീൻസ് അല്ലെങ്കിൽ മുങ്ങിക്കപ്പലുകളാണ്. അതിൽ 7 എണ്ണം സിന്ധു ഘോഷ് എന്ന് പറയുന്ന കീലോ ക്ലാസ്, അത് റഷ്യൻ നിർമ്മിതമാണ്. കീലോ ക്ലാസ് എന്നാണ് റഷ്യൻ ടൈറ്റില്. അത് 7 എണ്ണമുണ്ട്. 4 എണ്ണം ശിശുമർ എന്ന് പറയുന്ന ഒരു മുങ്ങിക്കപ്പലാണ്. പിന്നെ 6 എണ്ണം കാൽവരി, അതിലെ 6ാമത്തെ ഒരെണ്ണം ഇപ്പോൾ ഓപ്പറേഷനിലാകുന്നതേ ഉള്ളൂ. അങ്ങനെ കാൽവരി ക്ലാസ് എന്ന് പറയും. അത് ഫ്രഞ്ച് പേരാണ് കാൽവരി. സ്കോർപീൻ എന്നാണ്, അത് ഇന്ത്യയിലാണ് നിർമ്മിച്ചത് ഫ്രഞ്ച് സഹായത്തോടു കൂടി, സ്കോർപീൻ സബ്മറീൻ. അപ്പൊ അങ്ങനെ 7, 4, 11, 11, 6, 17. 17 ഒരെണ്ണം ഫുള്ളി ഓപ്പറേഷനല്ല. പിന്നെ ഇന്ത്യക്ക് അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നവയും. അപ്പോ അതൊക്കെ കൂടെ ഉൾപ്പെട്ടാലും ഒരു 3-4 അന്തർവാഹിനികൾ ഈ വരുന്ന ഒരു 2 കൊല്ലത്തിനുള്ളിൽ അത് പിൻവലിക്കേണ്ട വരും. പഴയതാണ് പലതും. അത് അതിന്റെ റീഫിറ്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് അത് വീണ്ടും നമ്മൾ ഉപയോഗിക്കുകയാണ്. അത് പതുക്കെ പിന്മാറേണ്ട വരും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ MiG-21 വിമാനം വ്യോമസേന പിൻവലിച്ചതുപോലെ തന്നെ പിൻവലിക്കേണ്ട ചില അന്തർവാഹിനികളും ഇക്കൂട്ടത്തിലുണ്ട്. തൽക്കാലത്തേക്ക് ഇന്ത്യ എന്ത് ചെയ്യും? അതാണൊരു ചോദ്യം. അപ്പൊ അതിന് ഇന്ത്യക്കൊരു മറുപടി റഷ്യയാണ് നൽകിയിരിക്കുന്നത്. റഷ്യയുടെ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ കീലോ ക്ലാസ് സബ്മറീൻസ് ഇന്ത്യയുടെ കൈവശം ഇപ്പോൾ തന്നെ ഉണ്ട്. അതായത് നമ്മൾ പേരിട്ടിരിക്കുന്നത് സിന്ധു ഘോഷ് എന്നാണ്. അതേ കാറ്റഗറിയിൽ പെടുന്ന റഷ്യൻ നേവിയുടെ കൈവശമുള്ള കുറച്ച് പഴയതാണെങ്കിലും 3 എണ്ണം, അത് റീഫിറ്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് അത് പൂർണ്ണമായിട്ടും ആധുനികവൽക്കരിച്ച 3 അന്തർവാഹിനികൾ ഒരു $100 കോടി എന്ന കുറഞ്ഞ വിലയ്ക്ക്. അന്തർവാഹിനി $100 കോടി ഒക്കെ ഈ 3 എണ്ണത്തിന് കുറവാണ്, വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള 3 അന്തർവാഹിനികൾ ഇന്ത്യക്ക് നൽകാൻ റഷ്യ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അന്തർവാഹിനി 2028 കൂടി ഇന്ത്യക്ക് അക്കുല ക്ലാസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിലുള്ള ഒരു അന്തർവാഹിനിയാണ്. അത് 2028 കൂടി ഇന്ത്യക്ക് കൈമാറാമെന്നും റഷ്യ നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഈ 4 അന്തർവാഹിനികൾ നമ്മളുടെ നേവിയോട് ചേരുമ്പം നമ്മുടെയൊക്കെ തൽക്കാലത്തേക്ക് നമുക്കൊരു ആശ്വാസമായിരിക്കും. പക്ഷെ എങ്കിലും ഞാനിപ്പോൾ ഈ 17 or 20 മൊത്തത്തിൽ അന്തർവാഹിനികളുള്ള ഇന്ത്യക്കുള്ള സ്ഥാനത്ത് 60ഓളം അന്തർവാഹിനികളാണ് ചൈനയ്ക്കുള്ളത്. അമേരിക്കയ്ക്കും ഏതാണ്ട് 50 അന്തർവാഹിനികളുണ്ട്. അപ്പൊ നമുക്ക് റഷ്യയും അമേരിക്കയും അപേക്ഷിച്ച് വളരെ കുറവാണ്. പാകിസ്ഥാനൊക്കെ വളരെ കുറവാണ്, 5-ൽ താഴെ മാത്രമേ ഉള്ളൂ അവർക്ക്. പക്ഷെ ആധുനിക യുദ്ധത്തില്
അന്തർവാഹിനികൾക്ക് ഒരു വലിയ പങ്കുണ്ട്. പിന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ, ചൈനയുടെ കയ്യിൽ 60 എണ്ണം ഇരിക്കുമ്പോൾ നമുക്ക് ഈ അതിൻ്റെ ഒരു 1/4 നമ്മൾ എങ്ങനെ ചൈനയെ നേരിടും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനാണ് ഇന്ത്യ അന്തർവാഹിനികളോട് പോരാടാൻ പറ്റുന്ന അന്തർവാഹിനി വിരുദ്ധ മിസൈലുകൾ ഘടിപ്പിച്ച MH-60 എന്ന് പറയുന്ന അമേരിക്കൻ ഹെലികോപ്റ്ററുകളുടെ 2 സ്ക്വാഡ്രണുകൾ ഇപ്പോൾ ഇന്ത്യൻ നേവിയുടെ ഭാഗമായി കഴിഞ്ഞു. അപ്പോൾ ഈ ഹെലികോപ്റ്ററുകൾ അന്തർവാഹിനികളെ വേട്ടയാടുന്നതിൽ വളരെ സാമർഥ്യമുള്ളതാണ്. അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് അതിൽ മിസൈലുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അന്തർവാഹിനികൾ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മിസൈലുകൾ പ്രയോഗിച്ചിട്ട് ഈ അന്തർവാഹിനികളെ നശിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യയുണ്ട്. പിന്നെ അത് കൂടാതെ ഇന്ത്യക്ക് അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള പൊസൈഡൺ എന്ന് പറയുന്ന നിരീക്ഷണ വിമാനങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞൊരു 10 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യ കൈവശപ്പെടുത്തിയതാണ്, 2015 ശേഷം. അപ്പോൾ ഈ പൊസൈഡോൺ വിമാനങ്ങളും അന്തർവാഹിനികളെ റഡാർ ഉപയോഗിച്ചും മറ്റു രീതിയിലും കണ്ടുപിടിച്ചിട്ട് അവയ്ക്ക് നേരെ മിസൈലുകൾ ഉപയോഗിക്കാനുള്ള ശക്തിയുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ഇത് ബാലൻസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ചൈനീസ് അന്തർവാഹിനികളുടെ അത്ര എണ്ണമില്ലെങ്കിലും നമുക്ക് ഈ പറയുന്ന ഹെലികോപ്റ്റർ അന്തർവാഹിനികൾ, സബ്മറീൻ കില്ലർ ഹെലികോപ്റ്ററുകൾ, സബ്മറീൻ കില്ലർ എയർക്രാഫ്റ്റ്സ്, ഇതെല്ലാം ഉപയോഗിച്ചാണ് നമ്മൾ ചൈനയെ നേരിടുന്നത്. പക്ഷെ അപ്പോഴും യഥാർത്ഥത്തിൽ അന്തർവാഹിനികൾ ഉണ്ടാവേണ്ടത് തന്നെയാണ്. ഇന്ത്യക്ക് ചൈനയുടെ അത്രയും ഒരു ബ്ലൂ വാട്ടർ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഇങ്ങനെ സമുദ്രങ്ങൾ മുഴുവൻ നമുക്ക് അടക്കി ഭരിക്കണമെന്ന് നമ്മളുടെ ഒരു ലക്ഷ്യത്തിലല്ല. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള സമുദ്രം, അതായത് അറബിക്കടൽ എന്ന് പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം തന്നെ, കിഴക്ക് ബേ ഓഫ് ബംഗാൾ, അതും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളിലും പിന്നെ ദക്ഷിണ ചൈന കടലിൽ ആവശ്യം വന്നാൽ അങ്ങോട്ട് കയറാനും, ആഫ്രിക്കയുടെ തീരത്തും മിഡിൽ ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന യമന്റെയും അതുപോലെ ഒമാന്റെയും ഒക്കെ ചുറ്റും കിടക്കുന്ന കടലിടുക്കിലും അതുപോലെ അങ്ങനെയുള്ള അത്ര പ്രദേശങ്ങളിൽ മാത്രമേ നമ്മൾ സാധാരണ നമ്മുടെ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു പട്രോളിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു 25-30 അന്തർവാഹിനികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലക്ഷ്യം വളരെ നിസ്സാരമായിട്ട് സാധിക്കും. മാത്രമല്ല, ചില കാര്യത്തിൽ സ്വന്തമായിട്ട് അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനി നിർമ്മിക്കാനുള്ള ശേഷി നമുക്കുണ്ട്. നമ്മൾ തന്നെ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നുണ്ട്. പിന്നെ ഈ സാധാരണ ഇലക്ട്രിക് അന്തർവാഹിനികൾ, ഡീസൽ അന്തർവാഹിനികൾക്ക് 1 മാസത്തിലധികം സമുദ്രത്തിൽ മുങ്ങിക്കിടക്കാൻ പറ്റുന്ന, മുകളിലോട്ട് വായു കളക്ട് ചെയ്യാൻ മുകളിലോട്ട് വരേണ്ട ആവശ്യമില്ലാത്ത രീതിയിലുള്ള എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ എന്ന ടെക്നോളജി സ്വന്തമായിട്ട് ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ അന്തർവാഹിനികൾക്ക് അതുണ്ട്, പക്ഷെ അത് ചൈനീസ് ടെക്നോളജിയാണ്. നമ്മൾ സ്വന്തമായിട്ട് AIP എന്ന് പറയുന്ന എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ സുരക്ഷയ്ക്ക് 30ഓളം അന്തർവാഹിനികൾ എന്തായാലും ഇന്ത്യക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ അന്തർവാഹിനികൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. ഈ P-75I പ്രോജക്റ്റ് യഥാർത്ഥത്തിൽ മുൻപേ തുടങ്ങേണ്ടതായിരുന്നു. ഇത് ഇന്ത്യയുടെ ഒരു ശാപമാണ്, ഈ പദ്ധതികളുടെ കാലതാമസം. അവിടെ ബ്യൂറോക്രാറ്റിക് റെഡ് ടേപ്പ്, അതായത് ചുവപ്പ് നാടകൾ, പിന്നെ നിയമക്കുരുക്കുകൾ, പിന്നെ പാർലമെന്റിലും മറ്റിടത്തുമൊക്കെ പിന്നെ ഇത് അവതരിപ്പിച്ച് ക്ലിയർ ചെയ്യും. ചൈനയെ സംബന്ധിച്ച് അങ്ങനൊന്നുമില്ല. സി ജിൻപിങ് ഒരു കാര്യം തീരുമാനിച്ചാൽ ഏറ്റവും കൂടിയത് ഒരു 2 മാസം എടുക്കും, അതിനപ്പുറത്തേക്കൊന്നും അത് നീളത്തില്ല. മിക്കവാറും 2 ആഴ്ചക്കുള്ളിൽ തന്നെ പദ്ധതി തുടങ്ങിയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പരിമിതി ഇന്ത്യക്കുണ്ട്. പക്ഷേ ആ പരിമിതി ഞാൻ പറഞ്ഞ പോലെ മറികടക്കുന്നത് നമ്മുടെ നിരീക്ഷണ വിമാനങ്ങൾ, സബ്മറൈൻ ഹണ്ടിങ് ഹെലികോപ്റ്റർ, അതുപോലെ സബ്മറൈൻ ഹണ്ടിങ് എയർക്രാഫ്റ്റ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഇന്ത്യക്കൊരു മിസൈലുണ്ട്. അതായത് ടോർപിഡോകളെ പിന്നെ ഏതാണ്ട് 500 കിലോമീറ്റർ അകലെ കൊണ്ട് നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു മിസൈൽ. അത് ലോകത്തിൽ തന്നെ ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സബ്മറൈൻ നമ്മൾ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 500 കിലോമീറ്റർ മുമ്പ് വെച്ച് തന്നെ ഈ മിസൈൽ ഉപയോഗിച്ച് ഈ ടോർപിഡോയെ അതിൻ്റെ അടുത്തെത്തിക്കുകയും പിന്നീട് നിശബ്ദമായി ഈ ടോർപിഡോ പോയിട്ട് അന്തർവാഹിനിയെ തകർക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ്, ഒരു തന്ത്രമാണ് സബ്മറൈനുകളുടെ എണ്ണക്കുറവിനെ നേരിടാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ റഷ്യ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്
ഈ പിന്നെ കീലോ ക്ലാസ്സിൽപ്പെട്ട സബ്മറൈൻസ് അത് ആധുനികവൽക്കരിച്ചിട്ടുണ്ട്. അതിൽ റഷ്യയുടെ ക്രൂയിസ് മിസൈലുകളായിട്ടുള്ള ക്ലബ് എസ് എന്ന് പറയുന്ന ക്രൂയിസ് മിസൈൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് 250 തൊട്ട് 310 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ഒരു ക്രൂയിസ് മിസൈലാണിത്. അതുപോലെ തന്നെ സ്റ്റെൽത്ത് പെയിന്റ് അടിച്ചിട്ട് വളരെയധികം റഡാറുകളുടെ കണ്ണിൽ പെടാതിരിക്കാനുള്ള ഒരു സംവിധാനമുള്ളതാണ്. ഇതോടൊപ്പം തന്നെ ഇത് യഥാർത്ഥത്തിൽ ഇത് ഡീസൽ കൊണ്ട് പ്രവർത്തിക്കുന്ന സബ്മറൈനുകളാണെങ്കിലും ഡീസൽ എഞ്ചിൻ ആണെങ്കിലും ലിഥിയം ബാറ്ററിയും കൂടെ ഘടിപ്പിച്ച് ഇതൊരു ഈ രണ്ട് രീതിയിലും പ്രവർത്തിക്കാൻ പറ്റുന്ന സബ്മറൈനുകളായിട്ട് റഷ്യ മാറ്റിയിട്ടുണ്ട്. അതായത് ഇലക്ട്രിക് സബ്മറൈനായിട്ടും ഡീസലായിട്ടും ഡീസൽ എഞ്ചിനും ഉപയോഗിച്ച് രണ്ട് രീതിയിലും പ്രവർത്തിപ്പിക്കാവുന്ന ഒരു മുങ്ങിക്കപ്പലായിട്ട് റഷ്യ ഇത് രൂപാന്തരം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇത് ആധുനികവൽക്കരിക്കപ്പെട്ടതാണ്. ഇത് തൽക്കാലത്തേക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു കുറവ് ഷോർട്ടേജ് പരിഹരിക്കാനായിട്ട് നമുക്കിത് പ്രയോജനപ്പെടും എന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്തായാലും ശരി, ഇന്ത്യക്ക് കൂടുതൽ അന്തർവാഹിനികൾ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം എല്ലാം സൂചിപ്പിക്കുന്നത്. അതുപോലെ P-75I പ്രോജക്റ്റ് പോലുള്ള പ്രോജക്റ്റുകൾ ഈ കാലതാമസം വരുത്താതെ നടപ്പാക്കേണ്ടതും സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. സർക്കാർ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 2015 ശേഷം ഞാൻ പറഞ്ഞതുപോലെ ഈ നിരീക്ഷണ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ആക്രമണ ഹെലികോപ്റ്ററുകളും ഒക്കെ നേവിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അന്തർവാഹിനികളുടെ എണ്ണവും കൂട്ടാൻ അവർക്ക് കഴിയുമെന്ന് നമുക്ക് കരുതാം. വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ടും ഈ അന്തർവാഹിനിയുടെ നിർമ്മാണ കരാറുകളിൽ ഒപ്പുവെക്കുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ വീണ്ടും സമീപിക്കാം.